കട്ടപ്പന നഗരസഭയിലും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലും ബ്ലോക്കിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. കട്ടപ്പന നഗരസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തത് കോൺഗ്രസിലെ മുതിർന്ന അംഗം ജോയി വെട്ടിക്കുഴിയാണ്. ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് ഗോപിനാഥ് വരണാധികാരിയായിരുന്നു. ഇതോടൊപ്പം കാഞ്ചിയാർ, ഇരട്ടയാർ, വണ്ടൻമേട്, ചക്കുവള്ളം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ കുടുംബാംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. രാവിലെ 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കട്ടപ്പന നഗരസഭയിലെ ചടങ്ങുകൾ ടൗൺ ഹാളിൽ വെച്ചാണ് നടത്തിയത്. 35 വാർഡുകളിലെയും മുഴുവൻ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ എത്തിയിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് ഗോപിനാഥ് ആയിരുന്നു വരണാധികാരി. കട്ടപ്പന നഗരസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തത് മുതിർന്ന അംഗം ജോയി വെട്ടിക്കുഴിയായിരുന്നു. തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട LDF, UDF, BJP എന്നീ രാഷ്ട്രീയ കക്ഷികളിലെ പ്രധാനപ്പെട്ടവരും സത്യപ്രതിജ്ഞ ചെയ്തു. നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുന്നുണ്ട്. ആശങ്കയോ മമതയോ വാത്സല്യമോ കട്ടപ്പന നഗരസഭയിലെ കക്ഷിനില UDF-ന് 20, LDF-ന് 13, BJP-ക്ക് 2 എന്നിങ്ങനെയാണ്. ചടങ്ങുകൾക്ക് ശേഷം ആദ്യ നഗരസഭാ കൗൺസിലും ചേർന്നു. ചെയർമാൻ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി നടക്കും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലും സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവരുടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ എത്തിയിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ മിനി കെ തോമസ് ആയിരുന്നു വരണാധികാരി. ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തത് മുതിർന്ന അംഗം 9-ാം വാർഡ് ചക്കവളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അപ്പുക്കുട്ടൻ പൊല്ലനാട്ടായിരുന്നു. ഇതോടൊപ്പം കാഞ്ചിയാർ, ഇരട്ടയാർ പഞ്ചായത്തുകളിലും ചടങ്ങുകൾ നടന്നു. കാഞ്ചിയാർ പഞ്ചായത്തിൽ മുതിർന്ന അംഗം തങ്കമണി സുരേന്ദ്രനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തത്. കാഞ്ചിയാർ പഞ്ചായത്തിൽ മുതിർന്ന അംഗം തങ്കമണി സുരേന്ദ്രനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത്. തുടർന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ജീവാജി വരണാധികാരിയായിരുന്നു. മുതിർന്ന അംഗം ബാബു കോട്ടക്കലാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് അദ്ദേഹം വാർഡ് അടിസ്ഥാനത്തിൽ മറ്റ് മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന് ശേഷം വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും അടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ചക്കുവള്ളം പഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. ഭരണകക്ഷിയായ UDF-ന് 11 അംഗങ്ങളും LDF-ന് 5 അംഗങ്ങളുമാണ് ഉള്ളത്. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം മുതിർന്ന അംഗത്തിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഭരണസമിതി യോഗവും ചേർന്നു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സജ്ജീകരിച്ച പന്തലിൽ നടത്തി. മുതിർന്ന അംഗം GP രാജൻ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. വരണാധികാരി ലൗസൻ PS, പഞ്ചായത്ത് സെക്രട്ടറി അനന്തു M നായർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും അടക്കം നിരവധി പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. ആകെ 20 വാർഡുകളുള്ള വണ്ടൻമേട് പഞ്ചായത്തിൽ UDF-ന് 10 അംഗങ്ങളാണുള്ളത്. LDF-ന് 6 അംഗങ്ങളും BJP-ക്ക് 2 അംഗങ്ങളും കൂടാതെ 2 സ്വതന്ത്രന്മാരും മെമ്പർമാരായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.